ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദൃശ്യ ജെനീഷ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നെറ്റിപ്പട്ടം എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് അതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കണം, എവിടെ നിന്ന് മേടിക്കണം, എത്ര രൂപയാവും എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നെറ്റിപ്പട്ടം മേക്കിങ്ങിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വെൽവെറ്റ് ക്ലോത്ത് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് വെൽവെറ്റ് ക്ലോത്താണ് നമ്മൾ നെറ്റിപ്പട്ടം മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. 2 അടി നെറ്റിപ്പട്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെൽവെറ്റ് ക്ലോത്ത് 1 മീറ്റർ വരുന്ന വെൽവെറ്റ് ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോർമൽ വെൽവെറ്റ് അല്ല, നെറ്റിപ്പട്ടം മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകതരം വെൽവെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു റെഡ് കളറിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഗോൾഡൻ തുണിയാണ്. ഗോൾഡൻ ബീഡ്സ് ഒട്ടിക്കുന്ന സമയത്ത് ഗ്യാപ്പ് അധികം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോൾഡൻ തുണി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആവശ്യമായിട്ടുള്ളത് ഗോൾഡൻ മുത്തുകളാണ്. അപ്പോൾ പല ടൈപ്സ് ഓഫ് മുത്തുകൾ നമുക്ക് ഈ ഒരു പാക്കറ്റിൽ അവൈലബിൾ ആണ്. 2 അടി നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഈ ഒരു പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് 540 രൂപയാണ് വില വരുന്നത്. ഇത് മേടിച്ചിട്ടുള്ളത് ഗുരുവായൂർ ഗോപിക ഫാൻസി ഷോപ്പിൽ നിന്നാണ് കേട്ടോ. നെറ്റിപ്പട്ടത്തിൽ ഒട്ടിക്കുന്ന ഓരോ മുത്തുകളും ഓരോരോ ദൈവസങ്കല്പങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മൂലഗണപതി, സരസ്വതി, ലക്ഷ്മി, പാർവതി, ത്രിമൂർത്തികൾ എന്നിങ്ങനെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നെറ്റിപ്പട്ടത്തിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്ന ഒരു അർദ്ധഗോളമാണിത്. ഇത് ത്രിമൂർത്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈ 3 ദൈവങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇത് വരുന്നത് ഹാഫ് ബോൾസ് ആണ്. അർദ്ധഗോളമായിട്ട് തന്നെയാണ് ഇതും വരുന്നത്. ഇതും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബോൾ ഷേപ്പ് ആയിരിക്കും, പക്ഷേ അടിഭാഗം പൊള്ളയായിരിക്കും. അതിൻ്റെ തന്നെ ചെറിയ സൈസിലുള്ളതാണ് ഈ ഒരു ചെറിയ ബോളും വരുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ ചെറുതാണ് കേട്ടോ. അതിനേക്കാൾ കുറച്ചും കൂടെ ചെറുതുള്ളതും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് നിരനിരയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഓരോ ദൈവങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി പാക്കറ്റ് അല്ലാതെ കിട്ടുന്ന ഇത്തരത്തിലുള്ള ബോൾസുകൾ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഈ ഒരു ചെറിയ മുത്തുകൾ. നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഗോൾഡൻ്റെ ഏറ്റവും ചെറിയ മുത്തുകൾ. നെക്സ്റ്റ് ഒരു ഐറ്റമാണ് ചൂരൽപ്പൊളി എന്ന് പറയുന്നത്. നമ്മൾ വയ്ക്കുന്ന ഓരോ ഗോളത്തിൻ്റെയും ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്ന ഈ ഒരു ബീഡ്സിനെയാണ് ചൂരൽപ്പൊളി എന്ന് പറയുന്നത്. ഇതും പാക്കറ്റായിട്ടാണ് നമുക്കതിൽ കിട്ടുന്നത്. അടുത്തതാണ് ചന്ദ്രക്കലകൾ. ഇത് ശിവസങ്കല്പത്തെ സൂചിപ്പിക്കുന്നതാണ്. 2 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടത്തിലെ 5 ചന്ദ്രക്കലകളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഇതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ഔട്ടർ കോളത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ബീഡ്സ്. ഒരു ചെറിയ സൈസ്, നോർമൽ ഒരു ചെറിയ സൈസുള്ള ബീഡ്സാണ്. ഇതിനകത്ത് നമുക്ക് 2 പാക്കറ്റായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഫ്ലവർ. ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നെറ്റിപ്പട്ടം മേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഹാങ്ങിങ് പോർഷനിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. പല ഷേപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ ഒരു ഫ്ലവർ ഷേപ്പിലാണ് ഉള്ളത്. ദെൻ ലാസ്റ്റായിട്ട് വരുന്ന ഐറ്റമാണ് ഇത്. ഇതിന് പറയുന്ന പേരാണ് കുഞ്ചലം. നമ്മൾ നെറ്റിപ്പട്ടം മേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ താഴെ ഹാങ് ചെയ്ത് കൊടുക്കുന്നതാണ് കുഞ്ചലം. ദെൻ ഇത് വരുന്നതാണ് വൂളൻ ത്രെഡ്. വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് കുഞ്ചലത്തിൽ നമ്മൾ ഹാങ്ങിങ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ ചുറ്റും മാല പോലെ കെട്ടുന്നതും ഈ ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ടാണ്. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. വൂളൻ ത്രെഡ് ഒരെണ്ണത്തിന് 10 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫെവി ബോണ്ടാണ്. ഇത്രയും മുത്തുകൾ കാണിച്ചതിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിക്കിംഗ് പ്രോസസ്സ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോർമൽ ന്യൂസ് പേപ്പർ, പെൻസിൽ, അതുപോലെ തന്നെ കത്രിക, സ്കെയിൽ ആൻഡ് ടാപ്പ് നിർബന്ധമില്ല, സ്കെയിലായാലും മതി. ഇത്രയും സാധനങ്ങളാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കട്ടിങ് ആൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.